ഇന്ന് നമുക്ക് ഒരു കോൺവെർസേഷൻ, ഒരു സംഭാഷണം പഠിക്കാം. ജോൺ, പീറ്റർ, ഈ രണ്ടാളുകൾ തമ്മിലുള്ള സംഭാഷണം. ഇവർ ഒരു കാറിൽ യാത്ര ചെയ്യണം. അപ്പോൾ യാത്രയ്ക്കിടയിൽ ഇവർ തമ്മിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ സംഭാഷണം. പീറ്ററാണ് വണ്ടി ഓടിക്കുന്നത്. ജോൺ പീറ്ററോട് ചോദിക്കുന്നു, നിനക്ക് വിശക്കുന്നുണ്ടോ? അതെങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കുക? ആർ യു ഹംഗ്രി? എങ്ങനെയാണ്? ആർ യു ഹംഗ്രി? നിനക്ക് വിശക്കുന്നുണ്ടോ? ആർ യു ഹംഗ്രി? ഇത് സാധാരണ നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ഉച്ചാരണം എങ്ങനെയാണ്? പ്രത്യേകിച്ച് നമ്മൾ മലയാളികളൊക്കെ ഉച്ചരിക്കുന്നത് ആർ യു ഹംഗ്രി എന്നാണ്, അല്ലേ? ആർ യു ഹംഗ്രി. നമ്മൾ ആർ റ എന്ന് ആ ഒരു സൗണ്ട് നമ്മൾ അങ്ങനെ ഉച്ചരിക്കും, ആർ യു ഹംഗ്രി എന്ന്. പക്ഷേ ഇംഗ്ലീഷുകാർ ഉച്ചരിക്കുന്ന അങ്ങനെയല്ല. ആർ യു ഹംഗ്രി, ആർ യു ഹംഗ്രി. അവർ ആർ എന്ന് പറയില്ല, ആർ. ഹംഗ്രി അല്ല, ഹംഗ്രി. ആർ യു ഹംഗ്രി? അപ്പോൾ നമ്മളും അതേപോലെ അവർ പറയുന്ന ആ ഒരു ഉച്ചാരണം അതേപോലെ ഒന്ന് പറയാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക. ഓക്കെ, ആർ യു ഹംഗ്രി? ഇനി ഈ സംഭാഷണത്തിൽ, ഈ കോൺവെർസേഷനിൽ ഞാൻ പറയുന്ന ഓരോ സെൻറ്റൻസുകളും നിങ്ങൾ ഒന്ന് പറയാനും വേണ്ടി ശ്രമിക്കണം. ഓക്കെ, കേട്ടിരുന്നാൽ മാത്രം പോരാ, നിങ്ങളത് വായിച്ചാലും മാത്രം പോരാ. നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയണമെങ്കിൽ നമ്മളത് പറയുക തന്നെ വേണം, സംസാരിക്കുക തന്നെ വേണം. നമ്മൾ കേൾക്കുന്ന ആ ശബ്ദത്തിലെങ്കിലും നമ്മളത് പറയണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കേട്ടാൽ മാത്രം പോരാ, വായിച്ചാൽ പോരാ, ഓരോ സെൻറ്റൻസും പറയുക, പറഞ്ഞ് പഠിക്കുക. ഓക്കെ, ഇതൊന്ന് പറഞ്ഞ്, ആർ യു ഹംഗ്രി? ആർ യു ഹംഗ്രി? നിനക്ക് വിശക്കുന്നുണ്ടോ? അപ്പോൾ പീറ്റർ മറുപടി പറയാണ്, ഇല്ല. എന്തേ? നോ. വൈ? നോ. വൈ? ഇല്ല. എന്തേ? എനിക്ക് വിശക്കുന്നൊന്നുമില്ല. എന്താ ഇപ്പം നീ ചോദിക്കാൻ കാരണം എന്തേ? ആ അർത്ഥത്തിലാണ് അത് പറയുന്നത്. നോ. വൈ? അത് നോ എന്നല്ല, ഇംഗ്ലീഷുകാർ ഉച്ചരിക്കുന്നത് നോ എന്നാണ്. നോ, നോ, നോ. വൈ? അപ്പോൾ ജോൺ പറയുന്നു, നമ്മൾ കുറേ നേരമായിട്ട് വണ്ടി ഓടിക്കുകയാണല്ലോ. എങ്ങനെ പറയാ? വി ഹാവ് ബീൻ ഡ്രൈവിംഗ് ഫോർ എ ലോങ് ടൈം. വി ഹാവ് ബീൻ ഡ്രൈവിംഗ് ഫോർ എ ലോങ് ടൈം. നമ്മൾ കുറേ നേരമായിട്ട് വണ്ടി ഓടിക്കുകയാണല്ലോ. വി ഹാവ് ബീൻ ഡ്രൈവിംഗ്. നമ്മൾ വണ്ടി ഓടിക്കുകയാണ്. ഫോർ എ ലോങ് ടൈം, കുറേ നേരമായിട്ട്, കുറേ സമയമായിട്ട്. ഇവിടെ നമ്മൾ വി ഹാവ് ബീൻ ഡ്രൈവിംഗ് എന്ന് ഉപയോഗിക്കാനുള്ള കാരണം എന്താ? അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ വണ്ടി ഓടിക്കുകയാണ് എന്ന്. വി ആർ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വി ആർ ഡ്രൈവിംഗ്, അതിൻ്റെ അർത്ഥം നമ്മൾ വണ്ടി ഓടിക്കുകയാണ് എന്ന് തന്നെയാണ്. പക്ഷേ കുറേ നേരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയുമ്പോൾ ഇതുപോലെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് പറയേണ്ടത്. വി ഹാവ് ബീൻ ഡ്രൈവിംഗ് എന്നാണ് പറയേണ്ടത്. ഞാൻ വേറെ ഒരു ഉദാഹരണം പറയാം. ഞാൻ അവനെ കാത്തു നിൽക്കുകയാണ്. അതെങ്ങനെ ഇംഗ്ലീഷ് പറയാം? ഐ ആം വെയിറ്റിംഗ് ഫോർ ഹിം. ഐ ആം വെയിറ്റിംഗ് ഫോർ ഹിം. ഞാൻ അവനെ കാത്തു നിൽക്കുകയാണ്. ഇനി വേറൊന്ന്, ഞാൻ അവനെ രാവിലെ മുതൽ കാത്തു നിൽക്കുകയാണ്. അതെങ്ങനെയാണ് പറയേണ്ടത്? ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ഹിം സിൻസ് മോർണിംഗ്. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ഹിം സിൻസ് മോർണിംഗ്. ഓക്കെ, ഇവിടെ എന്താ വ്യത്യാസം? ഞാൻ അവനെ രാവിലെ മുതൽ കാത്തു നിൽക്കുകയാണെന്ന് പറയുമ്പോൾ അതെന്താ മനസ്സിലാക്കാൻ കഴിയുക? കുറേ സമയമായിട്ട് ഇയാൾ ഈ കാര്യം ചെയ്യുന്നു, ഈ പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കുറേ സമയമായിട്ട് ചെയ്യുന്നൊരു കാര്യം പറയുമ്പോൾ ഇതുപോലെ ഹാവ് ബീൻ എന്നിട്ട് ആ വെർബിൻ്റെ ING ഫോം, ആ രീതിയിലാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണത്, കണ്ടിന്യൂസ് ടെൻസ് ആണത്. ആ രീതിയിലാണത് പറയേണ്ടത്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ വി ഹാവ് ബീൻ ഡ്രൈവിംഗ് ഫോർ എ ലോങ് ടൈം എന്ന് പറഞ്ഞത്. കുറേ സമയമായിട്ട് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇനി ആ സെൻറ്റൻസ് ഒന്ന് പറയൂ, നിങ്ങൾ പറയൂ. വി ഹാവ് ബീൻ ഡ്രൈവിംഗ് ഫോർ എ ലോങ് ടൈം. വി ഹാവ് ബീൻ ഡ്രൈവിംഗ് ഫോർ എ ലോങ് ടൈം. ഇതുപോലെ ഞാൻ ഓരോ സെൻറ്റൻസ് പറയുമ്പോഴും നിങ്ങൾ എൻ്റെ കൂടെ അതൊന്ന് പറയണേ. നിങ്ങൾക്ക് തന്നെ കേൾക്കുന്ന ശബ്ദത്തിലൊന്ന് പറയാം. ഓക്കെ, ഒന്ന് നാച്ചുറലായിട്ട്, സാധാരണ ഒരു സംഭാഷണത്തിൽ ഒരാൾ പറയുന്ന അതേപോലെ പറയാം. അതോടൊപ്പം തന്നെ ജോൺ പറയാണ്, ഭക്ഷണം കഴിക്കാൻ ഏതെങ്കിലും ഒരു സ്ഥലം നമ്മൾ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെങ്ങനെ ഇംഗ്ലീഷ് പറയാം? I think we had better find some place to eat soon. I think we had better find some place to eat soon. ഭക്ഷണം കഴിക്കാൻ ഏതെങ്കിലും ഒരു സ്ഥലം നമ്മൾ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. I think, എനിക്ക് തോന്നുന്നു. We had better find, നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് നല്ലത് എന്ന്. ഫൈൻഡ് എന്ന വാക്കിന് കണ്ടുപിടിക്കുക, കണ്ടെത്തുക എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ ഹാഡ് ബെറ്റർ ഉപയോഗിച്ചത് എന്തിനാണ്? ഇന്നത് ചെയ്യുന്നതാണ് നല്ലത് എന്ന അർത്ഥം കിട്ടുന്നതിന് വേണ്ടിയാണ്. വി ഹാഡ് ബെറ്റർ ഫൈൻഡ്, നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് നല്ലത്. സം പ്ലേസ്, ഏതെങ്കിലും ഒരു സ്ഥലം.
ടു ഈറ്റ് ഭക്ഷണം കഴിക്കാൻ സൂൺ പെട്ടെന്ന് തന്നെ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിക്കാൻ ഏതെങ്കിലും ഒരു സ്ഥലം നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സെൻറ്റൻസ് പറയൂ, ഞാൻ പറയുന്നതോട് എൻ്റെ കൂടെ തന്നെ പറയൂ. ഐ തിങ്ക് വി ഹാഡ് ബെറ്റർ ഫൈൻഡ് സം പ്ലേസ് ടു ഈറ്റ് സൂൺ. ഇനി ഇവിടെ ബെറ്റർ എന്ന വാക്ക് രണ്ട് രീതിയിൽ ഉച്ചരിക്കാം. അമേരിക്കൻ ഇംഗ്ലീഷിലും ബ്രിട്ടീഷ് ഇംഗ്ലീഷിലും രണ്ട് രീതിയിലാണ് അതിൻ്റെ ഉച്ചാരണം വരുന്നത്. അമേരിക്കൻ ഇംഗ്ലീഷിൽ ബെറ്റർ എന്നാണ് ഉച്ചരിക്കുക. ബെറ്റർ, വി ഹാഡ് ബെറ്റർ ഫൈൻഡ്, ബെറ്റർ എന്ന് പറയാം. എന്നാൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ബെറ്റർ എന്ന രീതിയിലാണ് ഉച്ചരിക്കുക. ഓക്കെ, അമേരിക്കൻ ബെറ്റർ, ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ബെറ്റർ. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലും പറയാം. ഞാൻ സാധാരണ കൂടുതലും അമേരിക്കൻ ഇംഗ്ലീഷാണ് ഫോളോ ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഐ തിങ്ക് വി ഹാഡ് ബെറ്റർ ഫൈൻഡ് സം പ്ലേസ് ടു ഈറ്റ് സൂൺ, അങ്ങനെ പറയാം. അപ്പോൾ പീറ്റർ പറയുന്നു, വേണ്ട, ഞാൻ ഓക്കെയാണ്. നോ ഐ എം ഓക്കെ, നോ ഐ എം ഓക്കെ, വേണ്ട ഞാൻ ഓക്കെയാണ്. അതായത് എനിക്കിപ്പോൾ വിശക്കുന്നൊന്നുമില്ല, വണ്ടി നിർത്തേണ്ട ആവശ്യമില്ല, ഞാൻ ഓക്കെയാണ്. നോ എന്നാൽ ഇംഗ്ലീഷുകാർ നോ എന്നാ പറയാം. നോ ഐ എം ഓക്കെ, ഓക്കെ. അവർ ഓക്കെ എന്നല്ല, ഓക്കെ, ഐ എം ഓക്കെ, നോ ഐ എം ഓക്കെ. അതോടൊപ്പം തന്നെ പീറ്റർ പറയാണ്, നമ്മൾ വൈകിയിരിക്കുന്നു, അതുകൊണ്ട് നമ്മൾ നിർത്താത്തതാണ് നല്ലത്. അതായത് നമ്മളിപ്പോൾ ലേറ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ട് വണ്ടി നിർത്താത്തതാണ് നല്ലത് എന്ന് പീറ്റർ പറയുന്നു. വി ആർ ലേറ്റ്, സോ വി ഹാഡ് ബെറ്റർ നോട്ട് സ്റ്റോപ്പ്. വി ആർ ലേറ്റ്, സോ വി ഹാഡ് ബെറ്റർ നോട്ട് സ്റ്റോപ്പ്. നമ്മൾ വൈകിയിരിക്കുന്നു, അതുകൊണ്ട് നമ്മൾ നിർത്താത്തതാണ് നല്ലത്. വി ആർ ലേറ്റ്, നമ്മൾ വൈകിയിരിക്കുന്നു. സോ, അതുകൊണ്ട് വി ഹാഡ് ബെറ്റർ നോട്ട് സ്റ്റോപ്പ്, നമ്മൾ നിർത്താത്തതാണ് നല്ലത്. ഇവിടെ നോക്കൂ, ഹാഡ് ബെറ്റർ കഴിഞ്ഞിട്ട് നോട്ട് ചേർത്തു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്നർത്ഥം കിട്ടി. അവിടെ നോട്ട് ഇല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അർത്ഥം? അതായത് വി ഹാഡ് ബെറ്റർ സ്റ്റോപ്പ്, അങ്ങനെയാണെങ്കിൽ എന്താർത്ഥം? നമ്മൾ നിർത്തുന്നതാണ് നല്ലത്. ഇവിടെ ഹാഡ് ബെറ്റർ കഴിഞ്ഞിട്ട് നോട്ട് വന്നു, അതായത് വി ഹാഡ് ബെറ്റർ നോട്ട് സ്റ്റോപ്പ്. അപ്പോൾ എന്തായി അർത്ഥം? നമ്മൾ നിർത്താതിരിക്കുന്നതാണ് നല്ലത്. ഇനി പറയൂ, ആ സെൻറ്റൻസ് എൻ്റെ കൂടെ പറയൂ. വി ആർ ലേറ്റ്, സോ വി ഹാഡ് ബെറ്റർ നോട്ട് സ്റ്റോപ്പ്. ഓക്കെ, വി ആർ ലേറ്റ്, സോ വി ഹാഡ് ബെറ്റർ നോട്ട് സ്റ്റോപ്പ്. വി ആർ എന്നുള്ളതിന് നമുക്ക് ഈ രീതിയിൽ ചുരുക്കി എഴുതാം. ഓക്കെ, ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാക്കുക, അത് വി ആർ എന്നുള്ളതിനെ ചുരുക്കി എഴുതിയതാണ്. അതുപോലെ തന്നെ വി ഹാഡ് എന്നുള്ളതിനെ ചുരുക്കി എഴുതുന്നതാണ് ഇത്, വി ഹാഡ്. ഓക്കെ, ഇത് വി ഹാഡിൻ്റെ ചുരുക്ക രൂപമാണ്. അപ്പോൾ ജോൺ പറയുന്നു, നമ്മൾ ഇതിനു മുമ്പ് 3 പ്രാവശ്യം അതേ കട പാസ് ചെയ്ത് പോയിട്ടുണ്ട്. വി ഹാവ് പാസ്ഡ് ദാറ്റ് സെയിം സ്റ്റോർ 3 times already. We have passed that same store 3 times already. We have passed, നമ്മൾ പാസ് ചെയ്ത് പോയിട്ടുണ്ട്, നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ദാറ്റ് സെയിം സ്റ്റോർ, അതേ കട. 3 times, 3 പ്രാവശ്യം. ഓൾറെഡി, ഇതിനു മുമ്പ് അല്ലെങ്കിൽ ഇതിനോടകം. അപ്പോൾ ഇതിനു മുമ്പ് ഇപ്പോൾ 3 പ്രാവശ്യം നമ്മൾ അതേ കട പാസ് ചെയ്ത് പോയിട്ടുണ്ട്. വി ഹാവ് എന്നുള്ളതിനെ ചുരുക്കി എഴുതുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ കണ്ടാൽ മനസ്സിലാക്കുക, അത് വി ഹാവ്, ഈ 2 വാക്കുകളെ ചുരുക്കി എഴുതിയതാണ്. അതോടൊപ്പം തന്നെ ജോൺ പറയാണ്, നമുക്ക് വഴി തെറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ തിങ്ക് വി ആർ ലോസ്റ്റ്. ഐ തിങ്ക് വി ആർ ലോസ്റ്റ്, നമുക്ക് വഴി തെറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ തിങ്ക്, എനിക്ക് തോന്നുന്നു. വി ആർ ലോസ്റ്റ്, നമുക്ക് വഴി തെറ്റിയെന്ന്. ഓക്കെ, നമുക്ക് വഴി തെറ്റി എന്നുള്ളത് അങ്ങനെ ഇംഗ്ലീഷ് പറയാം. വി ആർ ലോസ്റ്റ്. നമ്മൾ ആരോടെങ്കിലും വഴി ചോദിക്കണം. എങ്ങനെ പറയാം? വി ഷുഡ് ആസ്ക് സംവൺ ഫോർ ഡയറക്ഷൻസ്. വി ഷുഡ് ആസ്ക് സംവൺ ഫോർ ഡയറക്ഷൻസ്. നമ്മൾ ആരോടെങ്കിലും വഴി ചോദിക്കണം. വി ഷുഡ് ആസ്ക്, നമ്മൾ ചോദിക്കണം. ആസ്ക് എന്ന് പറഞ്ഞാൽ ചോദിക്കുക. വി ഷുഡ് ആസ്ക് എന്ന് പറഞ്ഞാലോ, നമ്മൾ ചോദിക്കണം. ഒരു കാര്യം ചെയ്യണം എന്ന അർത്ഥം കിട്ടുന്നതിന് വേണ്ടിയാണ് ഷുഡ് എന്ന ഈ സഹായകക്രിയ ഉപയോഗിക്കുന്നത്. അപ്പോൾ വി ഷുഡ് ആസ്ക്, നമ്മൾ ചോദിക്കണം. സംവൺ, ആരോടെങ്കിലും. ഫോർ ഡയറക്ഷൻസ്. ഡയറക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇടത്തേക്ക് പോകാനുള്ള വഴി എങ്ങനെയെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ, അതിനെയാണ് ഡയറക്ഷൻസ് എന്ന് പറയാം. അപ്പോൾ അത് നമ്മൾ ആരോടെങ്കിലും ചോദിക്കണം. അപ്പോൾ പീറ്റർ പറയുന്നു, പീറ്ററാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ പീറ്റർ പറയുന്നു, നമുക്ക് വഴി തെറ്റിയിട്ടില്ല. വി ആർ നോട്ട് ലോസ്റ്റ്. വി ആർ നോട്ട് ലോസ്റ്റ്, നമുക്ക് വഴി തെറ്റിയിട്ടില്ല. അപ്പോൾ ജോൺ പറയുകയാണ്, ഞാൻ മുമ്പ് ഒരിക്കലും ഈ വഴി പോയിട്ടില്ല. ഐ ഹാവ് നെവർ ഗോൺ ദിസ് വേ ബിഫോർ. ഐ ഹാവ് നെവർ ഗോൺ ദിസ് വേ ബിഫോർ.
ഞാൻ മുമ്പൊരിക്കലും ഈ വഴി പോയിട്ടില്ല. ഐ ഹാവ് നെവർ ഗോൺ, ഞാൻ ഒരിക്കലും പോയിട്ടില്ല. നെവർ എന്ന വാക്കിന് ഒരിക്കലും ഇല്ല എന്നാണ് അർത്ഥം. ഓക്കെ, അവിടെ നെവർ ഇല്ല എന്ന് വെക്കുക. അപ്പോൾ എന്തായിരിക്കും അർത്ഥം? ഐ ഹാവ് ഗോൺ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? ഐ ഹാവ് ഗോൺ, ഞാൻ പോയിട്ടുണ്ട്. ഐ ഹാവ് നെവർ ഗോൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പോയിട്ടില്ല. ദിസ് വേ, ഈ വഴി. ബിഫോർ, മുമ്പ്. അതോടൊപ്പം തന്നെ ജോൺ ചോദിക്കുകയാണ്, നീ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നിനക്കറിയോ? ഡു യു നോ where you are going? ഡു യു നോ where you are going? നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിനക്കറിയോ? ഡു യു നോ, നിനക്ക് അറിയുമോ? നോ എന്ന വാക്കിന് അറിയുക എന്നാണ് അർത്ഥം. അത് നോ എന്നല്ല, നോ, നോ എന്നാണ് അത് ഉച്ചരിക്കുക. ഓക്കെ, ഡു യു നോ, നിനക്ക് അറിയുമോ? where you are going, നീ എങ്ങോട്ടാണ് പോകുന്നത് എന്ന്. അപ്പോൾ പീറ്റർ മറുപടി പറയാണ്, അതെ, ഈ റോഡ് ടൗണിലൂടെയാണ് പോകുന്നത്. യെസ്, ദിസ് റോഡ് ഗോസ് ത്രൂ ടൗൺ. യെസ്, ദിസ് റോഡ് ഗോസ് ത്രൂ ടൗൺ. റോഡ് എന്നല്ല, റോഡ്. റോഡ് എന്നാണ് എൻ്റെ ശരിക്ക് ഇംഗ്ലീഷുകാർ ഉച്ചരിക്കുന്നത്. റോഡ്, ദിസ് റോഡ്, ഈ റോഡ്, ഗോസ് പോകുന്നത്, ത്രൂ ടൗൺ, ടൗണിലൂടെ, ടൗണിലൂടെയാണ്. വീണ്ടും പീറ്റർ പറയാണ്, ഇത് ഹൈവേയേക്കാൾ വേഗതയുള്ളതാണ്. അതായത് ഹൈവേയിലൂടെ പോകുന്നതിനേക്കാൾ വേഗത്തിൽ ഇതിലൂടെ പോകാൻ പറ്റുമെന്ന് പറയുന്നു. ഇറ്റ്സ് ഫാസ്റ്റർ ദാൻ ദ ഹൈവേ. ഇറ്റ്സ് ഫാസ്റ്റർ ദാൻ ദ ഹൈവേ. അപ്പോൾ ജോൺ ചോദിക്കുന്നു, ശരി, ദയവായി കുറച്ച് പതുക്കെ വണ്ടി ഓടിക്കുന്നതിൽ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ, വുഡ് യു മൈൻഡ് ഡ്രൈവിംഗ് എ ലിറ്റിൽ സ്ലോവർ പ്ലീസ്? വുഡ് യു മൈൻഡ് ഡ്രൈവിംഗ് എ ലിറ്റിൽ സ്ലോവർ പ്ലീസ്? ദയവായി കുറച്ച് പതുക്കെ വണ്ടി ഓടിക്കുന്നതിൽ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെ ഓടിക്കുന്നതിൽ പ്രയാസം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. നമ്മളൊരാളോട് എന്തെങ്കിലും ഒരു കാര്യം വളരെ റെസ്പെക്റ്റോട് കൂടി അങ്ങനെ ചെയ്യാമോ എന്ന് ചോദിക്കുന്ന രീതിയാണിത്. അതായത് അങ്ങനെ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുമോ, ബുദ്ധിമുട്ടുണ്ടാവുമോ എന്ന് വളരെ ബഹുമാനത്തോടെ ചോദിക്കുന്ന ഇംഗ്ലീഷിലുള്ളൊരു ചോദ്യമാണിത്. വുഡ് യു മൈൻഡ് വെച്ച് തുടങ്ങുന്നത്. വുഡ് യു മൈൻഡ്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമോ, പ്രയാസമാവുമോ? ഡ്രൈവിംഗ്, വണ്ടി ഓടിക്കുന്നത്. എ ലിറ്റിൽ സ്ലോവർ, കുറച്ച് പതുക്കെ. പ്ലീസ്, ദയവായി. അതായത് ദയവായി കുറച്ച് പതുക്കെ വണ്ടി ഓടിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ? അപ്പോൾ പീറ്റർ പറയുന്നു, തീർച്ചയായും ഒരു പ്രശ്നമില്ല. ഷുവർ, നോ പ്രോബ്ലം. ഷുവർ, നോ പ്രോബ്ലം. ഏയ്, ഒരു ബുദ്ധിമുട്ടില്ല, ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നു. വീണ്ടും ജോൺ ചോദിക്കുകയാണ്, നിങ്ങൾ അവിടെ പിന്നിൽ ആ അടയാളം കണ്ടോ? ഡിഡ് യു സീ ദാറ്റ് സൈൻ ബാക്ക് ദെയർ? ഡിഡ് യു സീ ദാറ്റ് സൈൻ ബാക്ക് ദെയർ? അതായത് എന്തോ സൈൻ ബോർഡ് അവർ പാസ് ചെയ്തു പോയി, അത് നിങ്ങൾ കണ്ടോ എന്ന് ജോണ് വണ്ടി ഓടിക്കുന്ന പീറ്ററിനോട് ചോദിക്കുകയാണ്. ഡിഡ് യു സീ, നീ കണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടോ? സി എന്ന വാക്കിന് കാണുക എന്നാണ് അർത്ഥം. ഡിഡ് യു സീ എന്ന് പറഞ്ഞാലോ, നീ കണ്ടോ. ദാറ്റ് സൈൻ, ആ സൈന്, ആ അടയാളം അല്ലെങ്കിൽ ആ ചിഹ്നം. ബാക്ക് ദെയർ, അവിടെ പിന്നിൽ. അതോടൊപ്പം തന്നെ ജോൺ പറയുകയാണ്, ഇതൊരു വൺ വേ സ്ട്രീറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ തിങ്ക് ദിസ് ഈസ് എ വൺ വേ സ്ട്രീറ്റ്. ഐ തിങ്ക് ദിസ് ഈസ് എ വൺ വേ സ്ട്രീറ്റ്. ഇതൊരു വൺ വേ സ്ട്രീറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ തിങ്ക്, എനിക്ക് തോന്നുന്നു. ദിസ് ഈസ്, ഇതാണെന്ന്. എ വൺ വേ സ്ട്രീറ്റ്, ഒരു വൺ വേ സ്ട്രീറ്റ്. അപ്പോൾ പീറ്റർ മറുപടി പറയാണ്, ഇല്ല, ഞാനത് കണ്ടില്ല. നോ, ഐ ഡിഡ്ന്റ് സീ ഇറ്റ്. നോ, ഐ ഡിഡ്ന്റ് സീ ഇറ്റ്. ഇല്ല, ഞാനത് കണ്ടില്ല. ഐ ഡിഡ്ന്റ് സീ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ കണ്ടില്ല. ഇറ്റ്, അത്. ഇറ്റ് എന്ന വാക്കിന് അത് എന്നും ഇത് എന്ന അർത്ഥമുണ്ട്. ഇവിടെ അത് എന്ന അർത്ഥത്തിലെടുക്കാം. അതോടൊപ്പം തന്നെ പീറ്റർ പറയാണ്, ഞാൻ തിരിക്കട്ടെ. അതായത് ഞാൻ വണ്ടി തിരിക്കട്ടെ എന്ന അർത്ഥത്തിൽ പറയാണ്. ലെറ്റ് മീ ടേൺ അറൗണ്ട്. ലെറ്റ് മീ ടേൺ അറൗണ്ട്. ഞാൻ തിരിക്കട്ടെ. ടേൺ അറൗണ്ട് എന്ന് പറഞ്ഞാൽ തിരിക്കുക എന്നുള്ള അർത്ഥമാണ്. അതായത് ഇവർ വഴി തെറ്റി എന്നിവർക്ക് ഏകദേശം സംശയമായി. അപ്പോൾ ഇവർ വണ്ടി തിരിക്കുക, ആ അർത്ഥത്തിലാണ് ടേൺ അറൗണ്ട് എന്നുള്ള ഫ്രേസ് ഉപയോഗിച്ചിട്ടുള്ളത്. ലെറ്റ് മീ ടേൺ അറൗണ്ട്, ഞാൻ വണ്ടി തിരിക്കട്ടെ, ഒരു കാര്യം ചെയ്യട്ടെ എന്ന അർത്ഥത്തിലാണ് ലെറ്റ് എന്ന വാക്ക് ഇതുപോലെ തുടക്കത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ കോൺവെർസേഷന്. ഇനി നമുക്ക് ഇതിലെ ഓരോ സെൻറ്റൻസും, നമ്മൾ പഠിച്ച ഈ ഓരോ സെൻറ്റൻസും വെച്ചിട്ട് അതിന് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ അതേ രീതിയിലുള്ള മറ്റ് കുറച്ച് സെൻറ്റൻസുകൾ പറയാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കാം. അതെങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ കുറച്ച് ഉദാഹരണം ഞാൻ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നോക്കൂ. ഇതിൽ നമ്മൾ പഠിച്ച ഓരോ സെൻറ്റൻസിൻ്റെയും
അതേ മാതൃകയിലുള്ള മറ്റ് അനേകം സെൻറ്റൻസുകൾ അതിലുണ്ട്. അപ്പോൾ അത്രയുമാണ് ഈ കോൺവെർസേഷൻ. ഇതിൽ നമ്മൾ ഒരുപാട് സെൻറ്റൻസുകൾ പഠിച്ചു. ഇതൊക്കെ നിങ്ങൾ പറയണം. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കേട്ടിരുന്നാലോ അല്ലെങ്കിൽ നിങ്ങൾ ഫോണിൽ നോക്കി വായിച്ചാലോ മാത്രം പോരാ, നിങ്ങൾ പറയണം. ഓരോ സെൻറ്റൻസുകളും നിങ്ങൾക്ക് തന്നെ കേൾക്കുന്ന അത്ര ഉച്ചത്തിൽ നിങ്ങൾ പറയണം. നാച്ചുറലായിട്ട് സാധാരണ ഒരു സംഭാഷണത്തിൽ എങ്ങനെയാണോ ഒരാൾ പറയുന്നത് അതേപോലെ സ്വാഭാവികമായ രീതിയിൽ നിങ്ങളിത് പറയണം. പറഞ്ഞ് പഠിക്കുക. ഓക്കെ, അങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുള്ളൂ. അതുമാത്രമല്ല, ഓരോ സെൻറ്റൻസും സന്ദർഭം അനുസരിച്ച് നിങ്ങളുടെ സംസാരത്തിൽ ഉപയോഗിക്കാനും ശ്രദ്ധിക്കണം. ഓരോ സെൻറ്റൻസ് ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യം വരുമ്പോൾ അത് ഉപയോഗിക്കുക. നമ്മൾ ഇന്ന് പഠിച്ച കോൺവെർസേഷനിൽ ഏതെങ്കിലും സെൻറ്റൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ ചോദിക്കുക, ഞാനതിന് റിപ്ലൈ തരാം. ഓക്കെ, ഇതുപോലുള്ള പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.